ഇന്നലത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഒരുപാട് പേര് കമന്റ് ആയിട്ടും ഒക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭിഷേകിന് 2 വീക്സ് ഡയറക്ട് നോമിനേഷൻ മാത്രം കൊടുത്താൽ മതിയായിരുന്നു എന്നതാണ് എല്ലാവരും പറയുന്നത്. പവർ റൂം എൻട്രി നിഷേധിക്കണ്ടായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. ഞാൻ ഓർത്തു നോക്കിയപ്പോഴും കറക്റ്റ് ആണ്. ഷോയുടെ നിയമങ്ങള് ഗുരുതരമായി ലംഘിച്ച് 2 പേരിൽ ഒരാളായിട്ടുള്ള ഗബ്രി കഴിഞ്ഞ ആഴ്ച പവർ റൂമിൽ കയറി. കളിച്ചിട്ട് പോലും ഇല്ല എന്ന് ഓർക്കണം. ജാസ്മിന്റെ ഫേവറിസം കാരണം കയറി പറ്റിയതാണ്. ജാസ്മിൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് കയറി പറ്റിയതാണ്. പക്ഷെ ആ സമയത്ത് ഗബ്രിയുടെ പവർ ടീം എൻട്രി ബാൻ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസ് പോലും ബാൻ ചെയ്തില്ല. ജാസ്മിനെ തടഞ്ഞുമില്ല ബിഗ് ബോസ്. പുറത്താക്കിയിട്ട് പിന്നീട് തിരിച്ചു വന്ന ഗബ്രിക്ക് പവർ ടീമിൽ കയറാമെങ്കിൽ അഭിഷേക് കയറുന്നത് കൊണ്ട് വലിയ സീനൊന്നും ഞാൻ കാണുന്നില്ല. കാരണം അഭിഷേക് ശ്രീകുമാർ കഷ്ടപ്പെട്ട് വടം വലിച്ചിട്ടാണ് പുള്ളി പവർ ടീമിൽ കയറിയത്. ടാസ്ക് കളിച്ചിട്ടാണ് കഷ്ടപ്പെട്ട്. അങ്ങനെയുള്ള ഒരാളെ പവർ ടീം എൻട്രിയിൽ നിന്നും തടയുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. ഡയറക്ട് നോമിനേഷൻ മാത്രം ഒരു പണിഷ്മെന്റ് ആയിട്ട് കൊടുത്താൽ മതിയായിരുന്നു. അത് തന്നെ വലിയൊരു ശിക്ഷയാണ്. അതിന്റെ ഒപ്പം ടാസ്ക് കളിച്ച് നേടിയതും ഇങ്ങനെ റദ്ദാക്കുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അവിടെ ഗബ്രിയോടും ഒരു പാർഷ്യാലിറ്റി കാണിച്ച പോലെയാണ് തോന്നിപ്പിക്കുന്നത്. പിന്നെ നോമിനേഷനിൽ വന്നതിന്റെ പേരിൽ ഒരു പേടിയും അഭിഷേകിനില്ല കേട്ടോ. ജിൻഡോ ഇന്നലെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഇത്. ആ ഒരു റാങ്കിങ്ങിന്റെ സമയത്ത് പുള്ളിക്ക് 2nd പ്ലേസ് ആണ് ജിൻഡോ കൊടുത്തത്. അയാൾ ഒരു പേടിയില്ലാത്ത മനുഷ്യനാണ്. ഒന്നിനെയും പേടിയില്ല. എത്ര പേര് നോമിനേറ്റ് ചെയ്ത് മുഖത്ത് കരിവാരി തേച്ചാലും നിവർന്നിങ്ങനെ നിൽക്കും. അതാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അഭിഷേകിനെ ഒന്ന് ട്രിഗർ ചെയ്യാൻ പോലും ഇതുവരെ ആരെ കൊണ്ടും അവിടെ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ളവരെ ബിഗ് ബോസിൽ സൂക്ഷിക്കണം. അപ്പോ 1 അല്ല 3 അല്ല 5 ആഴ്ച നോമിനേഷനിൽ ഇട്ടാലും അഭിഷേകിന് അത് ഒരേ എഫക്ട് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. പുള്ളിയുടെ ലൈഫും പുള്ളി നേരിട്ട അനുഭവങ്ങളും ആയിരിക്കാം അഭിഷേകിനെ ഇങ്ങനെയുള്ള സ്ട്രോങ് നിലപാടുകളും സ്ട്രോങ് സ്റ്റാൻഡും എടുക്കാൻ പ്രേരിപ്പിച്ചത്. അതിനെക്കുറിച്ചൊന്നും പറയാനുള്ള ഒരു റൈറ്റും നമുക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് തോന്നി. പലരും ഇത് പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്.